പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവസന്നിധിയിൽ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരവസരം ഈ ഭൂമിയിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാത സന്ദേശമാണ് ദൈവാത്മാവ് നമുക്കായി ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശാബത്ത് കാലത്തോ ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് 10 പേർ കൂടി വന്നാൽ അതിൽ 7 പേരും സംസാരിക്കുന്ന വിഷയം യുദ്ധത്തെക്കുറിച്ചാണ്, ഓടിപ്പോക്കിനെ കുറിച്ചാണ്, എസ്കേപ്പ്, രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ഇല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടാൽ അവർ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കാതെ ആ ടെലിഫോൺ സന്ദേശം അവസാനിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ ഏറ്റവും പ്രധാനമായി നമ്മെ എല്ലാവരെയും സ്പർശിച്ച് നിൽക്കുന്ന ഒരു വിഷയമായി യുദ്ധം മാറിയിരിക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടാം? ഈ യുദ്ധം എങ്ങനെ ആരംഭിച്ചു? എവിടെയാണ് തീരുക? എങ്ങനെ അതിനെ തീർക്കാൻ കഴിയും? ആരാണത് അവസാനിപ്പിക്കുവാൻ ചുമതലപ്പെട്ടത്? ആർക്കാണത് നിർത്തൽ ചെയ്യുവാൻ കഴിയുന്നത്? ദൈവം ആരംഭിച്ച യുദ്ധങ്ങൾ ദൈവം തന്നെ അവസാനിപ്പിക്കും. എന്നാൽ ദൈവജനത്തിന് ഒരു വിഷയം ഓർത്തിരിക്കുവാൻ, അന്ത്യകാലത്തെക്കുറിച്ച് ധാരാളം ഇൻഫോർമേഷൻ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് വ്യക്തിപരമായി സംസാരിച്ചു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഒക്കെ എതിർക്കും. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അവിടെ എവിടെയായിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഇത് അവസാനമല്ല. ഈറ്റുനോവിന്റെ ആരംഭം എത്രേ. മനുഷ്യപുത്രന്റെ വെളിപ്പാടിനെ മനുഷ്യജാതികൾക്ക് മുഴുവനും ഒരു സ്പർശനം, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ദർശനം കൊടുക്കുവാൻ വേണ്ടി ഈ വക കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കേണ്ടത് അത് ദൈവത്തിന്റെ വ്യവസ്ഥ തന്നെ. മനുഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചാലും ദൈവം ഒരുപക്ഷെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം കർത്താവ് ഈ സമയത്ത് തന്നിരിക്കുന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ധാരാളം യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും യുദ്ധത്തിന്റെ ആ സ്വഭാവത്തെയും യുദ്ധത്തിന്റെ ആ പ്രത്യാഘാതങ്ങളെയും ശിഷ്യന്മാരെ ധരിപ്പിച്ചതിന് ശേഷം അവരോട് ഒരു ഉത്തരവാദിത്വം കർത്താവ് പറഞ്ഞേൽപ്പിക്കുന്നു. നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശാബത്ത് കാലത്തോ ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരു ഓടിപ്പോക്ക് നിങ്ങളുടെ മുൻപിൽ ഉണ്ട്. എന്തിനു വേണ്ടി? രക്ഷയ്ക്ക് വേണ്ടി, പ്രാണരക്ഷാർത്ഥം, ഒളിക്കുവാൻ, രക്ഷപ്പെടുവാൻ, വിശപ്പടക്കുവാൻ, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അഭയത്തിനു വേണ്ടി, നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ജാതി മത കക്ഷി ഭേദമന്യേ ഒരു ഓടിപ്പോക്ക് വളരെ അനിവാര്യമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മുൻപിൽ ഒരു ഉത്തരവാദിത്തം, ഒരു കടപ്പാട്, നാം മറ്റുള്ളവരോടും ആ കടപ്പാടിന്റെ ആ വലിയ അതിന്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് പ്രാപ്തിയുണ്ടാകണം. നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞു. എന്താണ്? പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? മഞ്ഞുകാലത്ത് ഓടിപ്പോകരുത്, 2 ശാബത്ത് കാലത്ത് ഓടിപ്പോകരുത്. എന്താണ് ഇതിന്റെ അർത്ഥം? പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗമാണ്. മഞ്ഞുകാലത്ത് ഓടിപ്പോയാൽ എന്താണ്? കർത്താവ് ഈ വചനത്തിൽ കൂടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ശിഷ്യന്മാരോടും ദൈവമക്കളോടും പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുന്നത് മഞ്ഞുകാലത്ത് യുദ്ധമുണ്ടാകരുതെന്നാണോ? തീർച്ചയായിട്ടും മഞ്ഞുകാലത്ത് യുദ്ധമുണ്ടാകും. യുദ്ധത്തിന് മഞ്ഞുകാലമെന്നോ ശീതകാലമെന്നോ വർഷകാലമെന്നോ അല്ലെങ്കിൽ വേനൽക്കാലമൊന്നും ഇല്ല. യുദ്ധത്തിന് യുദ്ധം. അതിന് കാലം നോക്കിയല്ല യുദ്ധങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം ശാബത്തിൽ അത് ഓടിപ്പോക്ക് പാടില്ല. എന്ന് പറഞ്ഞാൽ ശാബത്തിന്റെ ആ ഒരു എന്താണ് ഉത്സവം അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തെ ഒഴിച്ചു നിർത്തിയേ യുദ്ധങ്ങൾ ഉണ്ടാകാവൂ എന്ന് കർത്താവ് പഠിപ്പിച്ചതാണ്. യുദ്ധത്തിനെന്ത് ശാബത്ത്, യുദ്ധത്തിനെന്ത് പെരുന്നാൾ, യുദ്ധത്തിനെന്ത് കൺവെൻഷൻ, യുദ്ധത്തിനെന്ത് ആഘോഷം, യുദ്ധത്തിനെന്ത് സഭായോഗം. യുദ്ധത്തിന്റെ മുറയ്ക്ക് നടക്കും. എന്നാൽ ഇതിൽ കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓടിപ്പോക്കിന്, രക്ഷയ്ക്ക്, നമ്മുടെ അഭയത്തിന് തടസ്സമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്ന 2 വിഘാതങ്ങളെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഒന്ന് ശീതകാലം. മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ തണുത്തു പോകുന്ന അവസ്ഥ.
യാതൊരു രീതിയിലും ഈ ലോകത്തിൽ ജഡസംബന്ധമായിട്ടുള്ളതായ അനേക പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം കൈവരിക്കാൻ കഴിയാത്ത ജഡസംബന്ധമായ ലോകസംബന്ധമായ പ്രതിസന്ധി നമ്മുടെ രക്ഷയ്ക്ക് മുൻപിൽ നമ്മളെ കാത്തു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2, ശാബത്ത് കാലം. എന്താണ് ഈ ശാബത്ത് കാലം എന്ന് പറഞ്ഞാൽ? സാമുദായികമായ കെട്ടുപാടുകൾ, ആത്മീകമായ തടസ്സങ്ങൾ. പലപ്പോഴും നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ജീവരക്ഷയ്ക്ക്, നമ്മുടെ ആത്മരക്ഷയ്ക്ക്, നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് എല്ലാം തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും സാമുദായികമായ ബന്ധനങ്ങൾ ഉണ്ടാകും. കർത്താവ് ഒരിക്കൽ യഹൂദന്മാരോട് പരീശന്മാരോടൊക്കെ പറയാണ്, ഈ ശാബത്ത് എന്ന് പറയുന്ന ഒരു കാര്യം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്, എന്നാൽ മനുഷ്യൻ ശബത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മുടെ സാമുദായികമായ ട്രഡീഷൻസ്, പള്ളി പ്രമാണങ്ങൾ, ഉപദേശങ്ങളുടെ ബന്ധനങ്ങൾ, വ്യത്യാസങ്ങൾ, വേറുകൃത്യങ്ങൾ അല്ലെങ്കിൽ വേർതിരിവുകൾ എല്ലാം നമ്മളെ രക്ഷയിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്നു. ഒരു ഭാഗത്ത് യുദ്ധം, പ്രാണന് വേണ്ടി ജനങ്ങൾ ഓടിപ്പോകുന്നതായ കാലം, സകലരും ഓടുന്നു. എന്നാൽ വിശ്വാസ ഗണത്തിന് മുൻപിൽ ഓടുവാൻ കഴിയാത്ത 2 തടസ്സങ്ങൾ, അവരുടെ മുൻപിൽ അവരെ വിഴുങ്ങിക്കളയുവാൻ, അവരെ തളർത്തിക്കളയുവാൻ ശക്തിയോടെ പോരാടുന്ന 2 ബന്ധനങ്ങളെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, ജഡസംബന്ധമായ തോൽവികൾ, ബലഹീനതകൾ, താഴ്ചകൾ, ചിന്തകൾ, ഈ ലോകത്തിലെ സമ്പത്തിനെ കുറിച്ചുള്ളതായ ചിന്ത, വിശ്വാസത്തിൽ തളർന്നുപോയി, നിനക്കാദ്യം ലഭിച്ചതായ വിശ്വാസം എവിടെയോ ഓടിപ്പോയി, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. ഈ ലോകത്തിലെ സകല ഇൻപങ്ങളും വിശ്വാസ ജീവിതത്തിന്റെ മഹാത്മ്യത്തെ നിന്നിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് അല്പാൽപമായി നിന്നെ തണുത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കളയും. ഒരു കാലത്ത് നീ ചൂടുപിടിച്ചവനായിരുന്നു. വചനം നിന്റെ ഉള്ളിൽ വന്നപ്പോൾ തിളച്ചു മറിയുന്ന ഒരാത്മാവ് നിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, നിന്റെ ശരീരത്തിലുണ്ടായിരുന്നു, നിന്റെ ആത്മാവിലുണ്ടായിരുന്നു, നിന്റെ ഭവനത്തിലുണ്ടായിരുന്നു, വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിരുന്നു. കാലങ്ങൾ പോകെ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും ഒക്കെ കുറിച്ച് നീ ധാരാളം കേട്ടു. അനേക ബോംബുകളും അനേക ഭീരങ്കികളും അനേക മിസൈലുകളും നിന്റെ മുൻപിൽ വീണ് ഒരു കൊല്ലന്റെ ആലയിലെ നായ്ക്കുട്ടിയെ പോലെയുള്ള സ്വഭാവം നമുക്കായിപ്പോയി. ഈ യുദ്ധത്തിന്റെ ഭീകരതയും ഇതിന്റെ ആവശ്യകതയും യുദ്ധങ്ങളെ കൊണ്ടുവരുന്ന അരിമനാഥന്റെ ലക്ഷ്യങ്ങളെയും കുറിച്ചൊക്കെയുള്ളതായ ഒരു ചിന്ത അല്പാൽപമായി നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു. തണുത്തുറഞ്ഞ ഒരനുഭവം. ഇപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കണക്കൂട്ട് നിന്റെ ഉള്ളിൽ വരുമ്പോൾ നിന്റെ ഓടിപ്പോക്കിന് ചില സാവധാനതകൾ വരുന്നു. ഓടിപ്പോക്കിന്റെ ആ സാധുതയെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുന്നു. നോക്കൂ, ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞു, നിന്റെ പ്രാണരക്ഷയ്ക്കായി ഓടിപ്പോക. അവൻ വീണ്ടും ചിന്തിക്കുകയാണ്. അവന്റെ സമ്പത്ത്, അവന്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവന്റെ ആടുമാടുകൾ, അവന്റെ ഭവനം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ലോത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ അല്പം മഞ്ഞുകാലം പോലെ, തടസ്സങ്ങൾ പോലെ ദൂതന്മാർ ചെന്ന് അവനെ സ്നേഹിക്കാൻ അവനെ പിടിച്ചവന്റെ കൈക്ക് പിടിച്ചും കൊണ്ട് ബലമായി അവനോട് പറയുകയാണ്, ഓടിപ്പോവുക, ഈ സ്ഥാനത്ത് നീ ഓടിപ്പോകില്ല എങ്കിൽ നിന്റെ അവസാനമായി പോകും. ഇങ്ങനെയുള്ളതായ ചില നിർബന്ധങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ ഓടിപ്പോക്കിനു വേണ്ടി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മൾ സൃഷ്ടിതമാകുന്നു. അതിനുശേഷം ഉപദേശങ്ങളുടെ പാരമ്പര്യം, സഭാപരമായ ആദർശങ്ങൾ, പലപ്പോഴും കർത്താവിന്റെ വരവിനെയും കർത്താവിന്റെ മഹത്വത്തെയും കുറിച്ച് പ്രസംഗിക്കുന്നവർ പോലും വിശ്വാസി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായ അനേക പാരമ്പര്യ ദുരുപദേശങ്ങൾ കൊണ്ട് വിശ്വാസ ഗണത്തെ പിന്നോട്ട് വലിക്കുന്നതായ ഓടിപ്പോക്കിന്റെ കാര്യക്ഷമതയെ അവരിൽ വർദ്ധിക്കാതിരിക്കത്തക്കവണ്ണം, അവർ ഓടിപ്പോയി രക്ഷ പ്രാപിക്കാതിരിക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ ആ ഉദ്ദേശ പൂർണ്ണതയിലേക്ക് അവർ കടന്നു വരാതിരിക്കത്തക്കവണ്ണം ഉപദേശ രൂപങ്ങളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ അതിന് അടിമകളാക്കി കളയും. നമുക്കറിയാം, ശാബത്ത് കാലത്ത് പട്ടണങ്ങളുടെ ആ ഗോപുരങ്ങളൊക്കെയും അടച്ചുകളയും, വാതിലുകൾ അടച്ചുകളയും. ആരും വെളിയിലിറങ്ങാൻ കഴിയുകയില്ല, ആർക്കും സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയില്ല. ഒരിക്കൽ കർത്താവ് ഒരു മനുഷ്യനെ, വരണ്ട കൈയുള്ള മനുഷ്യനെ, രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ പരീശന്മാരും പള്ളിപ്രമാണികളും യേശുവിനെ ചോദ്യം ചെയ്തു, നീ ശാബത്തിലാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആത്മീയമായ രക്ഷയ്ക്ക്, വിടുതലിന്, സൗഖ്യത്തിന്, നിന്റെ ഓടിപ്പോക്കിന് തടസ്സമായി പള്ളി പ്രമാണങ്ങളും ശാബത്തിന്റെ നിയമങ്ങളും നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഷയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് അവരോട് ചോദിക്കുക,
പറയുകയാണ്, ശാബത്ത് നാളിൽ നിന്റെ ഒരാട് നിന്നെ കിണറ്റിൽ വീണാൽ നീ അതിനെ രക്ഷിക്കുകയില്ലയോ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലുള്ളതായ അനേക ഉപമകൾ അവരോട് പറഞ്ഞ് അവരുടെ മനസ്സിനെ തിരിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയാണ്, ശാബത്ത് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ പ്രമാണങ്ങളും തിരുവചനത്തിൽ നിന്നുള്ള ഉപദേശങ്ങളും നാം കേൾക്കുന്ന പ്രസംഗങ്ങളും പെരുന്നാളുകളും കൺവെൻഷനുകളും ആദർശങ്ങളും സഭയും പട്ടക്കാരും എല്ലാം തന്നെ നമ്മുടെ ഓടിപ്പോക്കിന് ബലമായി നമ്മെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു മനുഷ്യനെ രക്ഷയിൽ നിന്ന് തടസ്സം ചെയ്യുന്നതാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇവ രണ്ടിലും നമുക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ കർത്താവ് പറയുകയാണ്, പ്രസംഗം കൊണ്ടും ഉപദേശം കൊണ്ടും പറ്റാത്തതായ ഒന്നും ഏശാത്തതായ രണ്ട് പ്രമാണം. അതിനെതിരെ രക്ഷപ്പെടുവാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, ഉപദേശിക്കുന്നവരോട് എതിർക്കാൻ പറഞ്ഞില്ല. ഇല്ലെങ്കിൽ മഞ്ഞുപോലെ നിന്റെ വിശ്വാസം നിന്റെ ഭൗമിക ജീവിതത്തിലെ നിന്നെ പുറമോട്ട് വലിക്കുന്ന അനേക സ്വഭാവങ്ങളിൽ നിന്നൊരു യുദ്ധം ചെയ്യുവാൻ നിന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നില്ല. ഈ സാമുദായികമായ കെട്ടുകളെ അഴിച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ആ സാമുദായികങ്ങളോട് യുദ്ധം ചെയ്യുവാൻ കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്നില്ല. പിന്നെ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ഈ രണ്ട് ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് പറയുകയാണ്. നിങ്ങളുടെ ഓടിപ്പോക്ക് ശാബത്ത് കാലത്തോ മഞ്ഞുകാലത്തോ ആകാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥനയുടെ ഒരു വലിയ പിൻബലം അവിടെ ആവശ്യമാണ്. പ്രാർത്ഥനയാൽ മാത്രമേ ഈ രണ്ട് കെട്ടുകളിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നീ എത്ര ആഗ്രഹിച്ചാലും നിന്നെ വളരെ ശക്തിയോടുകൂടെ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് പുറമോട്ട് വലിക്കുന്ന രണ്ട് മഹാശക്തികൾ, അവർക്ക് ചില ആവരണങ്ങളുണ്ട്. ഒന്നിന് ആത്മീകത്തിന്റെ ആവരണം, ആത്മീകത്തിന്റെ ആ ഒരു ഒരുക്കങ്ങൾ അതിനുണ്ട്. ഒരു ആത്മീകമായ ഭാഷകൾ അതിലുണ്ട്. മറ്റൊന്നിന് ജഡസംബന്ധമായ ഭാഷകൾ. ഇവ രണ്ടും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതായ ഒരു സംരംഭമാണ് ഓടിപ്പോക്കിന് വിഘാതമായി നിന്നെ തടസ്സം ചെയ്യൽ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ രക്ഷയുടെ സ്ഥാനം വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു ചേരും. അവർ രണ്ടുപേരും കൂടെ ഒരു ശരീരമെടുക്കും, ഒരഭിപ്രായത്തിൽ കൊണ്ടുവരും, ഒരു ജ്ഞാനത്തിൽ വരും, ഒരു ഉപദേശത്തിൽ വരും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, പ്രാർത്ഥനയുടെ അനുഭവമുള്ള ഒരു ദൈവമക്കൾക്ക് അതിൽ നിന്നൊരു വിടുതൽ, അങ്ങേപ്പുറത്ത് അവരുടെ രക്ഷയുടെ അവർ ചെന്നെത്തേണ്ടതായ ആ പ്രയാണത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് അവർക്ക് വലിയൊരു നിശ്ചയമുണ്ട്. അരിമനാഥൻ അവരോട് പറഞ്ഞതായ കാര്യങ്ങൾ കർത്താവ് പറയാണ്, ഇതൊക്കെയും ഞാൻ നിങ്ങളോട് മുൻപ് കൂട്ടി പറഞ്ഞിരിക്കുന്നു, ഓർത്തുകൊള്ളുവീൻ. കർത്താവ് മുൻപ് കൂട്ടി നമ്മോട് പറഞ്ഞതായ കാര്യങ്ങളെ കുറിച്ച് ഒരു വലിയ ദർശനം നമ്മുടെ ഉള്ളിൽ ക്രിയാത്മകമാകുമെങ്കിൽ, അത് പ്രാവർത്തികമാകുമെങ്കിൽ നമുക്ക് ഈ കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഭൂലോകത്തിൽ വളരെ ശക്തിയോടുകൂടെ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതിലും വളരെ ഘോരമായി ഇനിയും സംഭവിക്കും. എന്തുകൊണ്ടെന്നാൽ അത് ദൈവത്താൽ നിയമിതമാണ്. ദൈവമാണ് യുദ്ധം തുടങ്ങിയതെങ്കിൽ, ദൈവം നിയമിച്ചെങ്കിൽ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. അതിൽ അവസാനിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഹൃദയത്തെ വശീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്തം, നമുക്ക് വലിയൊരു ബലം നമുക്ക് നൽകുന്നത്, ഒരു പ്രത്യാശ നൽകുന്നത് പ്രാർത്ഥനയുടെ ബലം. എന്തിനു വേണ്ടി? മഞ്ഞുകാലത്ത് നമ്മുടെ ഓടിപ്പോക്കാകാതിരിപ്പാൻ. ഓടിപ്പോക്കുന്നുള്ളത് സത്യമാണ്, അത് വരും, നിശ്ചയമാണ്. യുദ്ധം വരും, ക്ഷാമം, ഭൂകമ്പം വരും. എന്നാൽ നമുക്കിതിൽ നിന്നെല്ലാം ഒരു രക്ഷയ്ക്കായി ഒരു പ്രയാണമുണ്ട്. ആ പ്രയാണത്തിൽ നമ്മുടെ വേഗത കൂട്ടുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ഓടുവാനുള്ള ഒരു ബലം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ്. പ്രാർത്ഥനയാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ലോകത്തിലെ ബന്ധങ്ങളും ഈ ലോകത്തിലെ മോഹങ്ങളും നമ്മെ പിടിച്ച് പുറമോട്ട് വലിക്കുവാൻ ഇടയാകരുത്. നിന്റെ വിശ്വാസത്തെ തകർക്കരുത്. അതിനുശേഷം നീ അറിഞ്ഞ് നിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെ സാമുദായികമായ ബന്ധനങ്ങൾക്കുള്ളിൽ ഒളിച്ചു വയ്ക്കരുത്. അതിൽ നിന്നൊരു വിടുതൽ ശാബത്ത് കാലത്തും മഞ്ഞുകാലത്തും നിന്റെ ഓടിപ്പോക്ക് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ഈ നാടുകളിൽ പൂർണ്ണതയുള്ള ഒരു ഹൃദയം, വെളിപ്പാടുള്ള ഹൃദയം, ആഴമേറിയ ജ്ഞാനങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ ഒരു ഓടിപ്പോക്കിനെ കുറിച്ച് ഒരു ദർശനം അവരുടെ മുൻപിലുണ്ട്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ചെന്നെത്തുവാൻ ഈ വചനങ്ങളാൽ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.